ഹായ് ഹലോ നമസ്കാരം ദിസ് ഈസ് രക്ഷ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ വാഷിംഗ് മെഷീൻ ക്ലീനിങ് പൗഡറാണ് IFB ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. രണ്ടെണ്ണം ഉണ്ട്. ഇത് ഒറിജിനൽ, ഇത് ഡ്യൂപ്ലിക്കേറ്റ്. സോ ഇവിടുത്തെ ലാസ്റ്റ് വാഷിംഗ് മെഷീൻ സർവീസ് ടൈം ആയപ്പോഴാണ് ദ പേഴ്സൺ ഫ്രം IFB ഓതറൈസ്ഡ് പേഴ്സൺ കെയിം. സോ അവരാണ് പറഞ്ഞത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻഡ് ഹി ഗേവ് എൻ ഒറിജിനൽ ആൻഡ് ഈ ലെഫ്റ്റ്. ഓക്കെ, സോ അമ്മ അത് എൻ്റെ അടുത്തൊന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഇരുന്നിങ്ങനെ കുത്തിയിട്ട് നോക്കി. സോ ഈ പാക്കറ്റിനും ഈ പാക്കറ്റ് നിറയെ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, സോ ഞാനപ്പോൾ അത് ഇന്ന് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സോ ദാറ്റ് യു ഗൈസ് ഓൾസോ ബി അവെയർ ഓഫ് ദിസ് തിങ്. ഓക്കെ, കാരണം IFB എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയ ഒരു ബ്രാൻഡാണ്. ഇവൻ ഞാൻ ചെന്നൈയിൽ യൂസ് ചെയ്യുന്ന IFBയുടെ ബ്രാൻഡാണ്, ഇവിടെ യൂസ് ചെയ്യുന്ന IFBൻ്റെ വാഷിംഗ് മെഷീൻ. ഇപ്പോൾ അവർ മെയിനായി പറഞ്ഞ റീസൺ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് യൂസ് ചെയ്താൽ വാഷിംഗ് മെഷീൻ ടബ് അങ്ങോട്ട് കേടുവരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. സോ വാഷിംഗ് മെഷീൻ്റെ മെയിൻ സാധനം ടബാണല്ലോ അല്ലേ, പിന്നെ അതിൽ കേടുന്നിട്ട് പിന്നെ വേണ്ട കാര്യമില്ല. സോ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ നമുക്കിന്ന് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നോക്കാം, എങ്ങനെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും നമുക്ക് തിരിച്ചറിയാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായി കാണുന്നത് ചിത്രമാണ് കേട്ടോ. സോ ഡ്യൂപ്ലിക്കേറ്റിൽ യു ക്യാൻ സി ഇറ്റ് ഈസ് മോർ ഡാർക്കർ. ഓക്കെ, കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഉള്ളത് ആൻഡ് ഒറിജിനലില് ലൈറ്റ് ആണ്. അനദർ തിങ്, ഇവിടെ ഒരു ഹോളോഗ്രാം ഉണ്ട്. ഒറിജിനലില് ഇതിൽ സൂം ആൻഡ് ഷോ യു, ഇതിൽ കുറച്ചും കൂടി IFB എന്ന് എഴുതിയതൊക്കെ നമുക്കൊരു ഹോളോഗ്രാമിൽ കാണാൻ പറ്റും. IFB എന്ന് എഴുതിയത് കണ്ടോ, ആ സാധനം ഇതിലില്ല. ഓക്കെ, സോ ഫ്രണ്ട് നോക്കി തിരിച്ചറിയാനുള്ള രണ്ട് കാര്യങ്ങൾ ഇതാണ്. സോ ബാക്കിലോട്ട് വരികയാണെങ്കിൽ ഈ റൈറ്റിങ്സിനൊക്കെ ഫോണ്ട് ഡിഫറെൻ്റ് ആണ് ആൻഡ് ഒറിജിനൽ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ട് നമുക്ക് വൃത്തിക്ക് റീഡബിൾ ആണ്. ഇതിൻ്റെ ഫോണ്ടിങ് വ്യത്യാസമുണ്ട്. സോ ഇത് കുറച്ചും കൂടി ലൈറ്റർ ആണ്. ഓക്കെ, സൂം ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ അതേപോലെ തന്നെ കളറിലും കുറേ വ്യത്യാസമുണ്ട്. അത് പിന്നെ ക്യാമറയിൽ എത്രത്തോളം എനിക്കത് കറക്റ്റായി പിടിക്കണമെന്ന് അറിയില്ല. ഇതിൻ്റെ കുറച്ചും കൂടി ഓറഞ്ചിഷ് ആണ് ഈ സാധനം. ഇത് ഓറഞ്ചിഷും ഇത് കുറച്ചും കൂടി റെഡിഷ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇത് കുറച്ച് ഓറഞ്ചും ഇത് റിട്ടേൺ, ഇത് ഒറിജിനൽ ഓറഞ്ചാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഇത് റെഡ് കളറിലായിട്ടാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഈ ബാക്കിലോട്ട് വരുമ്പോൾ പറഞ്ഞ പോലെ അലൈൻമെൻറ്റും ഈ ഫോണ്ടിങ്ങിലൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ വേറെ മേജർ നോക്കേണ്ട സാധനം, ഇത് ഒറിജിനലിൽ നിങ്ങൾ ഈ ഒരു പ്രിന്റ് കണ്ടോ, ഇവിടെ ഈ പ്രിന്റ് പ്രോപ്പറായിട്ട് ഇവിടെയാണ്. പക്ഷെ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് നോക്കി കഴിഞ്ഞാൽ ഈ പ്രിന്റ് ഓവർലാപ്പ് ആയിട്ടുണ്ട്. അതൊരു മേജർ ഇതാണ്. പിന്നെ താഴോട്ടേക്ക് വരുമ്പോൾ ഈ സീലിംഗ്, ഇപ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഓക്കെ, ഈ ഡ്യൂപ്ലിക്കേറ്റ് സീലിംഗ് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെയാണ് അടിച്ചിരിക്കുന്നത്. അതെനിക്ക് മനസ്സിലായില്ല എന്താ ഇതിന് സീലിംഗ് ഇങ്ങനെയാണ്. ഒറിജിനൽ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ താഴെയാണ് അതിൻ്റെ സീലിംഗ് വന്നത്, പാക്കറ്റ് സീലിംഗ്. ഓക്കെ, അതൊരു ഇതാണ് ഈ രണ്ട് പാക്കിനെയും കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ മേജർ ആയിട്ടുള്ള ഒരു കാര്യം, IFBൻ്റെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, അതായത് ഓക്കെ, ഇത് അവരുടെ ഓതറൈസ്ഡ് നമ്പർ, ഫോൺ നമ്പർ ആൻഡ് കസ്റ്റമർ സർവീസ് @ifbglobal.com എന്നാണ്. റൈറ്റ്, കറക്റ്റ് അല്ലേ? ഇപ്പോൾ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ, നമ്പറേ തെറ്റാണ്. ഇത് ഈ നമ്പർ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇത് സ്റ്റാർട്ട് ഫ്രം 0804 എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 1890208 ഇങ്ങനത്തെ നമ്പറാണ്. ഇത് IFBൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ്. ഓക്കെ, ഇതിൽ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാം വി ആർ ജസ്റ്റ് എ കോൾ എവേ. അതിൽ പറഞ്ഞ നമ്പർ, അതിലുള്ള നമ്പർ കറക്റ്റായിട്ട് ഒറിജിനൽ പാക്കറ്റായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്പറിൽ വ്യത്യാസമുണ്ട്. വെൻ കംസ് ടു ഇമെയിൽ ID, അതാണ് രസം. ഇമെയിൽ ID വൻ രസമാണ്. ഓക്കെ, ഫോക്കസ് പിടിക്കി. ഓക്കെ, ഇമെയിൽ ID നോക്കിയോ, കസ്റ്റമർ സർവീസ് @ifbglobal.com. അതെന്ത് പരിപാടിയാണെന്ന് അറിയില്ല. സോ അങ്ങനെ കുറേ മിസ്റ്റേക്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഡ്യൂപ്ലിക്കേറ്റിൽ. പക്ഷെ ദ തിങ് ഈസ്, ഇത് അറൌണ്ട് 200 rupees ആണ് എൻ്റെ ഓർമ്മ. ഇത് 200 rupees ആണ് MRP റേറ്റ് ആൻഡ് ഇതും 200 ആണ്. പക്ഷെ ഇത് ഓഫറിൽ ഓൺലൈൻ. ഓക്കെ, ആൻഡ് ബൈ ദ വേ ഇത് എവിടെ നിന്ന് വാങ്ങി ഞാൻ പറഞ്ഞല്ലോ, ഇത് അച്ഛൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സെറ്റായിട്ട് അവർ വാങ്ങിയതാണ്. ഓക്കെ, സോ ഇത് പക്ഷെ ഓൺലൈനിൽ 200 rupees ഇത് നല്ല കുറവായിട്ട് കിട്ടുക. അറൌണ്ട് ഐ ഡോണ്ട് നോ ദ പ്രൈസ് എക്സാക്ട്ലി. ഓക്കെ,
പക്ഷേ 200 റുപ്പീസ് കൊടുക്കേണ്ട, അതിനേക്കാൾ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് OG 200 റുപ്പീസ് ആണ്. സോ ഐ സജസ്റ്റ് ബേസിക്കലി ഓൺലൈൻ പ്രൊഡക്ട്സ് ഇന്ന സാധനങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, മാക്സിമം സർവീസ് സെൻറ്ററിലോ ഇല്ലെങ്കിൽ അവർ റെക്കഗ്നൈസ്ഡ് ഇല്ലെങ്കിൽ അവൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ ഉണ്ടാവും. സോ അങ്ങനെ വാങ്ങി യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ വെറുതെ 10, 20, 15 അല്ല 15,000. എനിക്ക് ഐ തിങ്ക് IFBൻ്റെ വാഷിംഗ് മെഷീനൊക്കെ ഒരു 14,000 സ്റ്റാർട്ട് ചെയ്യും ഐ ഗസ്. സോ ഡീസൻ്റ്ലി നല്ലൊരു പ്രൈസാണ് അത്. സോ ഈ 200 രൂപേൻ്റെ പാക്കറ്റിൽ ലാഭിക്കാൻ പോയിട്ട് വാഷിംഗ് മെഷീൻ കേട് വരുത്തുന്നതിൽ ഐ ഡോണ്ട് ഫൈൻഡ് എനി ലോജിക് ഇൻ ദാറ്റ്. സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇതൊന്ന് കാണിക്കണം തോന്നി. ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. ബൈ.